അറിയപ്പെട്ടു തുടങ്ങുമ്പോൾ അങ്ങനെ തുടങ്ങുന്ന ആൾക്കാരിങ്ങനെ മനുഷ്യന്മാരുടെ സ്വകാര്യതകൾ അന്വേഷിക്കാൻ തുടങ്ങും. അതിൻ്റെ ആവശ്യമില്ല, അതോട്ട് പോയാൽ മതിയാവും. പക്ഷേ സ്വകാര്യതകളിലേക്ക് എത്തിപ്പെടാൻ മനുഷ്യനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന. സിദ്ദീഖ് തങ്ങൾ എങ്ങോട്ടായി പോകുന്നത് എന്നറിയാൻ വലിയ ജിജ്ഞാസയുണ്ടായി, വലിയ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ അന്ന് തീരുമാനിച്ചു, നാളെ സിദ്ദീഖ് തങ്ങൾ പോകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിയാതെ ഫോളോ ചെയ്യണം. എങ്ങോട്ടാ പോണത് എന്നറിയാൻ. അങ്ങനെ രാവിലെ പോയി നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ നടക്കുന്നുണ്ട്. ആ വെളിച്ചം വരുന്നതിന്റെ മുമ്പ് ഒരേ നടത്തം, നടന്ന് ഒരുപാട് ദൂരം എത്തിയപ്പോ ഏതോ മരത്തിന്റെയും പാറിന്റെ ഒക്കെ മറ പിടിച്ച് ഉമർ തങ്ങൾ കുറെ ദൂരത്തുകൂടെ സിദ്ദീഖ് തങ്ങൾ കാണാതെ പിന്നാലെ പോകുന്നുണ്ട്. എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ പുരയിലേക്ക്, ഒരു ചെറിയ കൊച്ചു വീട്, ഒരു ഹട്ട്, ചെറിയ വീട്. 1 മണിക്കൂർ സമയം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി വന്നു, തിരിച്ചു മദീനത്തേക്ക് പോകുന്നുണ്ട്. ഉമർ തങ്ങൾ ഒളിച്ചിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ ചെന്ന് ചോദിച്ചു വീട്ടുകാരോട്, അസ്സലാമു അലൈക്കും. വീട്ടിൽ നിന്ന് വൃദ്ധയായൊരു ഉമ്മൂമ്മ, അലൈക്കും അസ്സലാം, വാതിൽ തുറന്നു കൊടുത്തു. നോക്കുമ്പോ ഈ ഉമ്മാക്ക് കണ്ണ് കാണൂല, കണ്ണ് കാണാത്തൊരു ഉമ്മയാണ്. ആരെ ചെയ്യുന്നറിയോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന പവറിലിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രസിഡന്റ് ഓഫ് ദ കൺട്രി. അത്രയും വലിയ സ്ഥാനമാണ് അന്ന് ഖലീഫ. ആ ഖലീഫ ഒരു കരിമ്പൂച്ചകളോ ഒരു സെക്യൂരിറ്റിയോ ആരില്ലാതെ ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്തു വന്നൊരു കർമ്മം ഉമർ തങ്ങൾ കണ്ടുപിടിച്ചതാണ്. ഇത് നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഉമ്മ, ഇവിടെ വന്നു പോയ ആളാരെങ്ങൾക്ക് അറിയോ? ഇല്ല മോനെ, എനിക്കറിയൂല. ആളെ പേര് എനിക്കറിയൂല, പറഞ്ഞു തന്നിട്ടില്ല. ആളിപ്പോ എന്താ ഇവിടെ വന്ന് ചെയ്തത്? അയാൾ എന്നും വരും, രാവിലെ എന്റെ വീട് നടിച്ചു വരും, വൃത്തിയാക്കും, എന്റെ ആടിനെ പാല് കറന്ന് എനിക്ക് കുടിക്കാനുള്ള പാലും രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോകും. എത്ര കാലമായി? കുറെ വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് അറിയോ? എനിക്ക് ആളറിയില്ല. പൊട്ടിക്കരഞ്ഞോളൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആരാണ് ഈ പണി ചെയ്തത്? നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ ഈ പണി ചെയ്യും. ഇങ്ങനെ ആരും ഇപ്പോൾ മിനിമം 4 ഫോട്ടോഗ്രാഫർ അപ്പം കൊണ്ടുപോലും നമ്മൾ. ഇവിടെ മെമ്പർമാരുണ്ടോ എന്ന് എനിക്കറിയില്ലേ, ഞാൻ വെറുതെ പറയണേ. അല്ല, അങ്ങനെ നമ്മളൊരു ചെറിയ ചെടി നടുകയാണ്. ഒരു ചെറിയ ചെടിയുടെ അതിങ്ങനെ പിടിച്ചിട്ട് അപ്പതാ മന്ത്രി നടുന്നു. മന്ത്രി നട്ടിട്ടുണ്ടാവില്ല, അത് പിടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. മന്ത്രി കൊടുത്ത് അപ്പതാണ് അടുത്ത കൊടുത്ത് വെച്ചിട്ടോ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവും. നമ്മളെന്താ ഫോട്ടോ ചെയ്യുക? മന്ത്രി ഇതാ എന്താണ് ഇന്നാലിന്റെ കർമ്മങ്ങൾ ഒന്നും ചെയ്യാ. നമ്മൾ ചെയ്യാത്തതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കേൾക്കുന്നവർ വലിയ ശിക്ഷ ഉണ്ടാവുന്ന. ഇന്ന് ഇതാണ്. അന്ന് ഒരുപാട് വലിയ കാര്യം ചെയ്തു, ആരും അറിയണ്ട. എന്തേ? ഇത് അല്ലാഹു അറിഞ്ഞാൽ മതി. മിനിമം ആ ഉമ്മയോട് പറയൂലേ, ഇന്ന ആള്, ഇത് ഞാനാണ്, ആളെ പരിചയം. അതുപോലും ചെയ്തില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫയാകുന്നതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഖലീഫ, അതിനർത്ഥം എന്താണെന്നറിയോ? നമ്മളും അള്ളാഹുവും മാത്രം അറിയുന്ന ചില സൽക്കർമ്മങ്ങൾ വേണം. നമ്മളും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി. ഒരു മഹാൻ 40 വർഷം സുന്നത്ത് നോമ്പെടുത്തിട്ട് പുരക്കാർ അറിഞ്ഞിട്ടില്ല. 40 വർഷം കച്ചവടക്കാരനായിരുന്നു. കച്ചവടത്തിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ടിഫിൻ, അതിന്റെ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോകും. ഭാര്യ എന്ത് ചെയ്യും? ഉച്ചക്കുള്ള ഭക്ഷണം കൊടുത്തയക്കും. പിന്നെ രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ബൾബൊന്നും ഇല്ലല്ലോ. സൂര്യാസ്തമിച്ചാൽ കട അടച്ചു തിരിച്ചു പോകും. മഗ്‌രിബ് ആകുമ്പോൾ പുരയ്ക്ക് എത്തി. ഇയാൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങൾ സുന്നത്ത് നോമ്പായിരുന്നു. ഒന്നിടവിട്ട ദിവസം നോമ്പ് നോൽക്കുന്ന അന്ന് ഉച്ചഭക്ഷണം ആ അങ്ങാടിയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. രാത്രി ഭക്ഷണം വരെ പോയി കഴിക്കും. സുബ്ഹാനല്ലാഹ്, നോമ്പില്ലാത്തന്ന് അദ്ദേഹം കഴിക്കും. ഇങ്ങനെ 40 വർഷം കഴിഞ്ഞ് മരിക്കുമ്പോഴാണ് അറിയുന്നത് ഇയാൾ 40 വർഷം ഒന്നിടവിട്ട് സുന്നത്ത് നോമ്പ് നോറ്റിരുന്ന മനുഷ്യനാണ്. റമളാൻ മുഴുവൻ നോക്കും, റമളാൻ കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ആൾട്ടർനേറ്റീവായിട്ട് ഒരു ദിവസം നോമ്പെടുക്കും. പിന്നെ ഇഫ്തിർ യൗമൻ വയസൂമു യൗമൻ, സൗമു ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് അങ്ങനെയായിരുന്നു. അങ്ങനെ നോമ്പെടുത്തത് പുരക്കാരോ ഭാര്യ വിചാരിക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. പിന്നെ രാത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാത്രി ഭക്ഷണം ഇയാൾ നോമ്പ് തുറക്കുകയാണ്. അങ്ങനെ സ്വകാര്യമായി ചെയ്യുന്ന നന്മകൾ നമുക്കിത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇതാണ്. നമ്മൾ 4 ആളെ അറിയിക്കുകയാണ്. ഈ അറിയിപ്പ് നമുക്ക് നാളെ നഷ്ടപ്പെടുത്തും. നമ്മുടെ അമലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, 4 ആൾ അറിഞ്ഞു, അത് വിഷയമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞാൻ ഒറ്റക്ക് പള്ളിയിൽ നിസ്കരിക്കുമ്പോഴേ
ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കാനും ജുമുഅയോ ജമാഅത്തോ നടക്കുന്ന സമയമല്ല. ഞാൻ നിസ്കരിക്കുമ്പോൾ ഞാൻ അള്ളാഹുക്ക് വേണ്ടി മാത്രം നിസ്കരിച്ചതാ നബിയെ. പക്ഷെ ഒരാൾ അവിടെ കടന്നു വന്നപ്പോൾ എന്റെ മനസ്സിൽ എന്തോ ഒരു സന്തോഷം തോന്നി. അദ്ദേഹം കണ്ടിട്ടുണ്ടല്ലോ, എന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ നബിയെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല നബി തങ്ങൾ പറഞ്ഞ, അബൂ ഹുറൈറ, മനസ്സിന്റെ ഉദ്ദേശം അതായിരുന്നില്ലല്ലോ. ലക അജ്റുൽ ഇലൻ അജ്റുൽ ഇലനി വ അജ്റു സിർ. നിങ്ങൾ രഹസ്യമാക്കി ചെയ്തതിന്റെ കൂലിയും നിങ്ങളുടെ കർമ്മം പരസ്യമായതിന്റെ കൂലിയും അള്ളാഹു നിങ്ങൾക്ക് തരും. എന്തേ കാരണം എന്നറിയോ? അവര് ചിന്തിച്ചത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല, മറ്റുള്ളവർ കാണാൻ വേണ്ടിയല്ല നിസ്കരിച്ചത്. ഇപ്പൊ നമ്മുടെ ഇബാദത്തുകൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ആയിക്കോട്ടെ മതി. നമ്മൾ ആരെയും കാണിക്കേണ്ടതാണ്, ആരെയും കാണിക്കേണ്ടതാണ്. മനസ്സിന്റെ ഉള്ളിലെ ശുദ്ധത കൊണ്ട് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കും ചിലർക്ക്. അങ്ങനെയാണ് ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു മഹാമനുഷ്യൻ നിങ്ങളുടെ സദസ്സിലേക്ക് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ആ മനുഷ്യന്റെ ഇടത് കൈയിൽ 2 ചെരുപ്പുകൾ ഉണ്ടാകും. ഇടത് കൈയിൽ 2 ചെരുപ്പുകൾ വെച്ച് നിങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളൊക്കെ നോക്കി, ഞാനാ വരാൻ പോണത്. നോക്കുമ്പോ ഒരു സാധുവായ മനുഷ്യൻ വന്നു, 2 ചെരുപ്പുകൾ ഇതേപോലെ ചെരുപ്പ് ഇടത് കയ്യിൽ പിടിച്ചിട്ട് വന്നു. സ്വഹീഹായ ഹദീസ്. അവിടെ വന്നിരുന്നു, ആരൊന്നും പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞതുമില്ല, തങ്ങൾ വരുന്നതിന് മുമ്പ് പറഞ്ഞു. അതും വലിയൊരു വിഷയമാണ്. നമ്മൾ ഈ യോഗങ്ങളും ഈ സ്റ്റേജ് കിട്ടുമ്പോഴേ ആൾക്കാരെ ഇരുത്തിയിട്ട് പറയാൻ പാടില്ല. ആള് വരുന്നതിന്റെ മുമ്പൊക്കെ പറയാനുള്ള വേണമെങ്കിൽ പറഞ്ഞോളേ, ആളെ ഇരുത്തിയിട്ട് പറയരുത്. ഒന്നുമില്ല, ഈ കേൾക്കുന്ന മനുഷ്യന് തോന്നൂല, ഞാൻ തിരക്കിടില്ലല്ലോ. അത് തോന്നുന്നത് കിബറാണ്, അഹങ്കാരം എന്നതിന്റെ പേര്. ഇപ്പൊ മൈക്കിലൊക്കെ പറയുമ്പോഴേ സ്വാഗതമൊക്കെ പറയുന്ന സമയത്തൊക്കെ വല്ലാണ്ട് പുകഴ്ത്തി പറയരുത്, വല്ലാണ്ട് നല്ല തീരെ പുകഴ്ത്തി പറയരുത്. ഇല്ലാത്ത സമയത്ത് വേണമെങ്കിൽ പറയാം, ആള് കേൾക്കാത്ത സമയത്ത്. അങ്ങനെ പറയേണ്ട ഉദ്ദേശം നമ്മളങ്ങനെ പറയാം, ഇരുത്തിയിട്ട് എങ്ങനെ പറയാം, ഇവർക്ക് ഇരുത്തി പറയണത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല, എന്നാലും 2 വാക്ക് പറയട്ടെ. എന്താ പറഞ്ഞത്? അപ്പൊ നമ്മൾ അങ്ങനെ മനുഷ്യന്മാർക്ക് അഹങ്കാരം ഉണ്ടാക്കും. ഒരാൾ ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കും. നമ്മൾ പള്ളിക്ക് ഒരു 10 ലക്ഷം ഒരാൾ തന്നെന്ന് വിചാരിക്കുക, ഉദാഹരണം പറയാം, മുപ്പരത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാ. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് മുപ്പർക്ക് സ്വീകരണം, ഒരു അവാർഡും ഒരു പൊന്നാടയൊക്കെ അണിയിക്കുമ്പോൾ, യാ അള്ളാ, ഞാൻ ഇപ്പൊ ചെയ്തത് ഉഷാറായിക്കണല്ലോ എന്ന് ഇയാൾക്ക് തോന്നിയാൽ ആ കൊടുത്ത പൈസ പോയി. അപ്പൊ നമ്മൾ ഒരാളുടെ സൽക്കർമ്മം നഷ്ടപ്പെടുത്തും. ഇപ്പൊ പ്രത്യേകിച്ച് മൈക്കൊക്കെയുള്ള കാലമല്ല, അങ്ങനെ പറഞ്ഞു എന്താ അനൗൺസ്മെന്റുകളൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ വല്ലാണ്ട് മനുഷ്യന്മാരെ പുകഴ്ത്തരുത്. മുഖത്ത് നോക്കി മൂമേ താരീഫ് കർണ ഖത്ൽ കർണേക്കാ ബറാബർ, അങ്ങനെ പറയാം. മുഖത്ത് നോക്കി പ്രശംസിക്കുന്ന ഒരാളെ കൊല്ലുന്നതിന് തുല്യാണെന്നാണ്. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം. ഇന്നങ്ങനല്ല, മുഖത്ത് നോക്കി പറയാതിരുന്നാൽ കൊല്ലുന്നതിന് തുല്യാണെന്ന് അല്ലേ. ഇരുത്തിയിട്ട് ഇന്നെ പറ്റി ഒന്ന് പറഞ്ഞു, നിന്റെ പേരെന്താ ഇവര് പറഞ്ഞിട്ടില്ലേ, അവര് ചെയ്തതിന് അള്ളാഹു കൂലി കൊടുക്കട്ടെ. അവരുടെ അഭാവത്തിൽ പറയണം, അവരിരുത്തിയിട്ട് പറയാൻ പാടില്ല. ഒന്നുമല്ല, വെറുതെ ഒരു ഗൾഫുകാർക്കാണ് അസുഖം, പ്രവാസി സംഘടനകൾക്കൊക്കെയാണ് ഇതിൻ്റെ അസുഖമുള്ളത്. വല്ല ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഗൾഫുകാർക്ക് വന്ന ഒരു അസുഖമാണിത്. വല്ലാണ്ട് ഈ ഫോട്ടോത്തിന് മുമ്പിൽ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, 4 ആളെ അറിയിക്കുക എന്ന് പറഞ്ഞത് ഒരു അസുഖമാണ്. എന്താ ചെയ്യുക? ഓരോരോ അസുഖം, നാട്ടിൽ കുറേ അസുഖമല്ലേ, അതിൽപ്പെട്ട ഒരു അസുഖം ഗൾഫുകാർ കിട്ടിയത് അതാണ്. ഈ ഷോക്കേസ് ചെയ്യുക, ഷോ ഓഫ്. പടച്ചോൻ കാക്കുമാറാകട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അയാൾ ചെരുപ്പ് പിടിച്ചു വന്ന് അവിടെ ഇരുന്നു. നബി തങ്ങളുടെ ക്ലാസ് കേട്ട് പോയി. 2ാമത്തെ ദിവസം തങ്ങൾ ഇതേ വാക്ക് പറഞ്ഞു, യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗവാസിയായ ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നുണ്ട്. യഹ്മിലുന അലൈഹി ബിയസാരി, ഇടത് കൈയിൽ തന്റെ ചെരുപ്പുകൾ പിടിച്ചിട്ട് വരുന്നുണ്ട്. ഇതേ ആളാ പിറ്റേന്ന് വന്നു, അങ്ങനെ തന്നെ വന്നു. 3ാമത്തെ ദിവസവും ഇത് ആവർത്തിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, യാ അല്ലാഹ്, ഈ മനുഷ്യന്റെ പിന്നാലെ ഒന്ന് എനിക്ക് കൂടണം. ഇയാൾ ചെയ്യുന്ന മഹാകർമ്മം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. സ്വർഗത്ത് പോകുന്ന ഉറപ്പുള്ള ഈ 10 സഹാബികൾ, നമ്മൾ അശ്റത്തുൽ മുബശ്ശരീൻ എന്ന് പറയില്ലേ, സ്വർഗത്തിൽ പോകുന്ന 10 പേർ, അത് ഒരു ഇരുത്തത്തിൽ നബി തങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞ 10 പേരാ. ഒരുപാട് ആളുകൾക്ക് സ്വർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് ആളുകൾക്ക്. അതിൽപ്പെട്ട ഒരാൾ ഇയാളാണ്.